വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും സാദര നമസ്കാരം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ എന്നീ മതവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ ലോക മനസാക്ഷിയെ ഉണർത്തുന്നതിനു വേണ്ടിയും ബംഗ്ലാദേശിലെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇന്നത്തെ ഭരണകൂടത്തിന് താക്കീത് നൽകുന്നതിനും കൂടി വേണ്ടിയാണ് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 1947 ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 രാഷ്ട്രങ്ങൾ ഉടലെടുത്തപ്പോൾ പാകിസ്ഥാന്റെ ഒരു ഭാഗമായിട്ട് ആയിരുന്നു ഈസ്റ്റ് പാകിസ്ഥാൻ. എന്നാൽ ആ ഈസ്റ്റ് പാകിസ്ഥാന് ജനങ്ങൾക്ക് കടുത്ത അവഗണന പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഭരണകൂടത്തിൽ നിന്നും നേരിടേണ്ടി വന്നപ്പോൾ അതിനെതിരായിട്ട്, ആ ഭരണകൂടത്തിനെതിരായിട്ട് അവിടുത്തെ ജനങ്ങൾ സംഘടിപ്പിച്ചപ്പോഴാണ് ബംഗ്ലാദേശ് എന്നുള്ള രാഷ്ട്രം ഉടലെടുത്തത്. ആ രാഷ്ട്രത്തിന് ഭാരതത്തിൻ്റെ സമ്പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നു. അടുത്ത കാലം വരെയും ഭാരതവും ബംഗ്ലാദേശും തമ്മിൽ വളരെ വളരെ സൗഹൃദ ബന്ധമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ സൗഹൃദ ബന്ധത്തെ തകർത്തുകൊണ്ട് അവിടെ ഭാരതത്തിന് അനുകൂലമായി നിന്നിരുന്ന ഭരണകൂടത്തെ അട്ടിമറിയിലൂടെ തെറിപ്പിച്ചുകൊണ്ട് മതമൗലികവാദികളുടെ ഒരു സംഘടന ശക്തി അവിടെ കാണിക്കുകയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഭാരതത്തിൽ അഭയം തേടേണ്ടി വന്നു. ഈ ദുസ്ഥിതിയിൽ ബംഗ്ലാദേശിനെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഭാരതം മുന്നോട്ട് നീങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ മതമൗലികവാദികളുടെ സംഘടനകൾ ഭാരതത്തിനെതിരാവുകയും അങ്ങനെ 2 രാഷ്ട്രങ്ങളും തമ്മിലുള്ള ശക്തമായ എതിർചേരിയാണ് ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന ഭരണകൂടത്തിനെതിരെ ഇന്ത്യയിൽ മാത്രമല്ല ലോക മനസാക്ഷിയെ തന്നെ ഉണർത്തിക്കൊണ്ട് ഒരിക്കലും ഇനി ഇതുപോലുള്ള ഒരു പീഡനം നടക്കാൻ അനുവദിക്കില്ല എന്നുള്ള താക്കീത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഭാരതം തയ്യാറെടുത്തിട്ടുള്ളത്. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ മിക്ക പ്രദേശങ്ങളിലും നടത്തും. ആ ഭരണകൂടം, മതമൗലികവാദികളുടെ ഭരണകൂടത്തെ ബംഗ്ലാദേശിൽ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് മതേതര ജനാധിപത്യ മൂല്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണകൂടം ഉണ്ടാവുക തന്നെ വേണം. ഇന്ന് അവിടെയുള്ള ഭരണഘടന ഭാരതത്തിൻ്റെതാണ്, ഭാരതം സമ്മാനിച്ചിട്ടുള്ളതാണ്. അതിനെതിരെയാണ് ഇന്ന് മുറവിളി കൂട്ടിയിട്ടുള്ളത്. ഇസ്ലാമിക മതമൗലികവാദികളുടെ ഭരണഘടനയാണ് വേണ്ടത്.
അവിടുത്തെ ദേശീയ ഗാനം ഭാരതം നൽകിയതാണ്. അത് വേണ്ട. അത് രവീന്ദ്രനാഥ ടാഗോർ രചിച്ചതാണ്. അത് നമുക്ക് വേണ്ട. ഈ രീതിയിൽ ഭാരത വിരുദ്ധമായ എല്ലാ കാര്യങ്ങളെയും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ മതമൗലികവാദികൾ ഇന്ന് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഇന്നത്തെ ഭരണകൂടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യുഎസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഈ മൗലികവാദികളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഒരു ദീർഘമായ സമരം തന്നെ വേണ്ടി വന്നാലും അവിടുത്തെ ജനങ്ങളത് ഏറ്റെടുക്കും. ആ ജനങ്ങൾക്ക് സമ്പൂർണ്ണ പിന്തുണ നൽകാൻ ഭാരതം തയ്യാറാകണം. ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറാവണം, മറ്റ് സമുദായങ്ങൾ തയ്യാറാവണം. അങ്ങനെ ഈ സംഭവം ലോക മനസാക്ഷിയുടെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ഇത്തരം വിവേചനത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഈ രാഷ്ട്രത്തിന് ബാധ്യതയുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷങ്ങളൊന്നും തന്നെ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നു എന്നുള്ള കാര്യം പോലും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവരെ പീഡിപ്പിക്കുന്നു എന്ന പേരിൽ ഭാരതത്തിലെ ഗവൺമെന്റിനെ വിമർശിക്കുന്നവര് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ ഹിന്ദു വിരുദ്ധമായ ഒരു സമീപനം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ വളർന്നു വന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒറ്റക്കെട്ടായി ഹിന്ദുക്കൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും സിഖുകാരെയും ബുദ്ധമതക്കാരെയും ഒരുപോലെ സംരക്ഷിക്കുവാൻ മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും സാദരം നമസ്കാരം. പൂജനീയ പ്രണാംജി, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, വളരെ വേദനയോടുകൂടി ആണ് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. പത്രങ്ങൾ വായിക്കുന്ന, മാധ്യമങ്ങൾ കാണുന്ന, അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല. ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന പ്രസിദ്ധീകരണങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു വിഷയത്തിൽ നമ്മുടെ ദുഃഖം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ അവിടെ ബംഗ്ലാദേശിൽ കഷ്ടത അനുഭവിക്കുന്ന അതിസാധാരണക്കാരായിട്ടുള്ള ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവരുടെ ദുരിതത്തില് അവിടെ നടക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവും സ്ത്രീകളോട് ചെയ്യുന്ന ക്രൂരതയും എല്ലാം അറിഞ്ഞ് നൊന്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആ ഇന്നത്തെ അവസ്ഥയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് അത്രയും ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഇതൊരു സൂചനയാണ്. നമുക്കറിയാം, ഭാരത സർക്കാർ ഇക്കാര്യത്തിൽ അവധാനതയോടുകൂടി വേണ്ട നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ശക്തമായ നടപടികളിലേക്ക് ആവശ്യമെങ്കിൽ പോവുകയും ചെയ്യും എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. എന്നിരുന്നാൽ പോലും അതിന് ഒരാക്കം കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.